നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട്. പല ആളുകളും പറയാറുണ്ട് വാട്സപ്പിനകത്ത് ലൊക്കേഷൻ അയച്ചു തരാൻ. പലപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനിൽ ആ വരുന്ന വ്യക്തിക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടില്ല. നമ്മൾ അയച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് അയാൾ എത്തില്ല. ഒന്നുകിൽ 1-2 കിലോമീറ്റർ അപ്പുറത്തോ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ ലൊക്കേഷൻ അവസാനിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ശരിയായിട്ട് ഒരു ലൊക്കേഷൻ ഒരാൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം നമ്മളൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ടെങ്കിലും കൃത്യമായ ലൊക്കേഷൻ അയാൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അയാൾ കൃത്യമായ ഒരു ലൊക്കേഷനിലേക്ക് എത്താത്തത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിനകത്ത് നമ്മൾ സാധാരണ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുള്ളത് ഇവിടെ കാണുന്ന ഈ ചിഹ്നത്തിൽ, നമ്മുടെ ഇമേജുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ഈ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഈ കാണുന്ന ലൊക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ചില ആളുകൾ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യും. ഗൂഗിൾ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഷോപ്പൊക്കെ സെർച്ച് ചെയ്തിട്ട് അത് നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, കൃത്യമായ ലൊക്കേഷനിലേക്ക് എത്തും. ഇങ്ങനെ വാട്സപ്പിനകത്ത് നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ കാണുന്ന ലൊക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അധികം ആളുകൾക്കും ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടില്ല. അവർക്ക് ലൊക്കേഷൻ കിട്ടും, പക്ഷേ ലൊക്കേഷനിൽ അയാൾ എത്തുന്ന സ്ഥലം ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ലൊക്കേഷനിലേക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഡോട്ട് കാണും. ഈ ഡോട്ട് വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ GPS ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്ത് ഒരു സ്ക്വയർ കാണും. ഈ സ്ക്വയറിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതുപോലെ വലുതായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ലൊക്കേഷൻ അല്പം സ്റ്റഡി ആയിട്ട് വരുന്നതിന് വേണ്ടി ചെറിയൊരു സമയം എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ചില ആളുകൾക്ക് വാട്സപ്പിൽ ലൊക്കേഷൻ എടുത്ത് നേരെ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കും. ആ ലൊക്കേഷൻ കൃത്യമായിട്ട് അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിൽക്കി സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ലൊക്കേഷൻ കിട്ടും. നമ്മളിവിടെ കാണുന്ന ഈ വലതുഭാഗത്തുള്ള ഈ ആരോമാർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എവിടെയാണോ ഉള്ളത് കൃത്യസ്ഥലത്ത് ഇത് ലൊക്കേറ്റ് ചെയ്യും. താഴെ നമുക്ക് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണ്, അപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്ക് വഴി അറിയില്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതിന് വേണ്ടി അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് ഈ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളത്. ഈ ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ ലൊക്കേഷൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അയച്ച് കിട്ടുന്ന ആൾക്ക് ആ ലൈവ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് അയാൾക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ 15 മിനിറ്റ്, 1 മണിക്കൂർ, 8 മണിക്കൂർ വരെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം കൂടുതൽ സമയം ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം അവർക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ 1 അവർ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ടൈപ്പ് ചെയ്ത് ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലൈവ് ലൊക്കേഷനും കറണ്ട് ലൊക്കേഷനും നമുക്ക് ഇത്തരത്തിൽ വളരെ ഈസിയായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ലൊക്കേഷനിലേക്ക് നിങ്ങൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് ലൊക്കേഷനിലെത്താൻ സാധിക്കും. അപ്പോൾ അധികം ആളുകൾക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് എത്താത്തത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അക്കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.